അമേരിക്കൻ പട്ടാളത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇറാൻ സ്പെഷ്യൽ ഫോഴ്സിന്റെ വീഡിയോ ഇതാ പുറത്തു വരികയാണ്. കം ക്ലോസ് എന്ന് വിളിച്ചുകൊണ്ടാണ് എൻ്റെ അടുത്തേക്ക് വരൂ, ഞങ്ങളുടെ അടുത്തേക്ക് വരൂ എന്ന് ആക്രോശിച്ചുകൊണ്ടാണ് ഇറാന്റെ ആ ഒരു വീഡിയോ പുറത്തു വരുന്നത്. നിനക്കൊക്കെ ചാവാൻ ഇത്രയ്ക്കും ആഗ്രഹമോ എന്ന് ചോദിച്ച ഒരു ചോദ്യം പോലെയാണ് ഇതിന് അമേരിക്ക തിരിച്ച് അടിച്ചിരിക്കുന്നത്. അമേരിക്കൻ സൈനികരെ നേരിട്ട് തോൽപ്പിക്കാൻ തങ്ങൾ കാത്തിരിക്കുകയാണ് എന്നും അടുത്തേക്ക് വാ ഞങ്ങൾ തകർത്ത് കളയുമെന്നുമുള്ള സന്ദേശമടങ്ങുന്ന വീഡിയോയാണ് IRGC പുറത്തുവിട്ടിരിക്കുന്നത്. 59 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയിൽ ഇറാന്റെ പ്രത്യേക സംഘം സൈനികർ ആയുധങ്ങളുമായി തയ്യാറെടുക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ദുർഘട പ്രദേശത്ത് സൈനിക അഭ്യാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെയും മിസൈൽ ലോഞ്ചറുകളുമായി നീങ്ങുന്നവരെയും ഉഗ്ര സ്ഫോടനങ്ങളുടെ ദൃശ്യങ്ങളും വീഡിയോയിൽ ചേർത്തിട്ടുണ്ട്. ഇറാനിൽ നഷ്ടമാകുന്ന ഓരോ ജീവനും അമേരിക്ക വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും അമേരിക്കൻ ടെക് കമ്പനികളായ ആപ്പിൾ, ഗൂഗിൾ, മെറ്റ, IBM, ടെസ്ല എന്ന് തുടങ്ങി 18ഓളം സ്ഥാപനങ്ങൾക്കെതിരെ ഇന്നു മുതൽ ആക്രമണം ഉണ്ടാകുമെന്നും ഇറാൻ ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഈ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ ഓഫീസുകളിൽ നിന്നും ഓഫീസ് പരിസരങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകണമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. ഭീകര സ്ഥാപനങ്ങളാണ് ഇവയെന്നും ഈ സ്ഥാപനങ്ങളുടെ 1 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്നവർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്നും ഇറാൻ ആവശ്യപ്പെടുകയാണ്. സർവ്വസന്നാഹങ്ങളുമായി അമേരിക്കൻ സൈന്യം തയ്യാറാണെന്നായിരുന്നു വൈറ്റ് ഹൗസിന്റെ ഇന്നലത്തെ പ്രതികരണം. അധിക സൈന്യത്തെ കൂടി പശ്ചിമേഷ്യയിലേക്ക് നിയോഗിക്കുന്നുവെന്നും വൈറ്റ് ഹൗസ് വ്യക്തമാക്കുന്നു. ഏപ്രിൽ 6-നകം യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് ശ്രമിക്കുന്നുവെന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് കൂടുതൽ പട്ടാളക്കാരെ നിയോഗിച്ചത് എന്ന റിപ്പോർട്ടും പുറത്തുവരികയാണ്. അമേരിക്കൻ സ്ഥാപനങ്ങളുടെ സുരക്ഷയ്ക്കായാണ് നിലവിൽ സൈന്യത്തെ നിയോഗിക്കുന്നത് എന്നും സമാധാന കരാറിൽ എത്താനും യുദ്ധം അവസാനിപ്പിക്കാനുമാണ് US ശ്രമിക്കുന്നത് എന്നുമായിരുന്നു വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റിന്റെ പ്രതികരണം. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയിലെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിലാണ് പ്രസിഡന്റ് ട്രംപ് ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്. അതിനായി കമാൻഡർ ഇൻ ചീഫിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി നൽകാൻ പെന്റഗണിന്റെ ജോലിയെയും അവർ പ്രതികരിച്ചിട്ടുണ്ട്. 3 ആഴ്ചയ്ക്കുള്ളിൽ അമേരിക്കൻ സൈന്യം പശ്ചിമേഷ്യയിൽ നിന്ന് മടങ്ങുമെന്നും യുദ്ധം അവസാനിപ്പിക്കുമെന്നുമായിരുന്നു ട്രംപിന്റെ ഒടുവിലത്തെ പ്രതികരണം. USS ട്രിപ്പോളിയിൽ മാത്രം 3500 മറീനുകളും സൈനികരുമാണ് ഉള്ളത്. ഇതിന് പുറമെ 7000ഓളം സൈനികരെ കൂടി പശ്ചിമേഷ്യയിലേക്ക് US നിയോഗിച്ചിട്ടുണ്ട്. മധ്യേഷ്യൻ ആകാശത്ത് ഇറാൻ നടത്തിയ വൻതോതിലുള്ള മിസൈൽ ഡ്രോൺ ആക്രമണത്തെ പ്രതിരോധിക്കാൻ സഖ്യകക്ഷികൾക്കൊപ്പം ബ്രിട്ടീഷ് വ്യോമസേന നടത്തിയ അതിസങ്കീർണമായ സൈനിക നീക്കത്തിന്റെ അണിയറ കാഴ്ചകൾ പുറത്ത്. BBC പ്രതിനിധി ലൂസി വില്യംസൺ നേരിട്ട് RAF വോയേജർ ടാങ്കർ വിമാനത്തിനുള്ളിൽ നിന്ന് നടത്തിയ റിപ്പോർട്ടിംഗ് ഒരു യുദ്ധമുഖത്തെ ശ്വാസമടക്കി പിടിച്ചുള്ള നിമിഷങ്ങളെയാണ് ലോകത്തിന് മുന്നിലെത്തിക്കുന്നത്. അതേസമയം ചില പ്രവചനങ്ങൾ കൂടി ഈ സമയം വൈറലാവുകയാണ്.